കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട സമരങ്ങളെ തുടർന്ന് ബംഗളൂരുവിൽ കുടുങ്ങിയ മലയാളികളെ തിരിച്ചെത്തിച്ചു. ഇതിനായി 32 കെഎസ്ആർടിസി ബസ് സർവീസുകളും 2 പ്രത്യേക ട്രെയിൻ സർവീസുകളുമാണ് ഒരുക്കിയിരുന്നത്. യാത്രക്കാരെ കോഴിക്കോട് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഓണാഘോഷങ്ങൾക്ക് നാട്ടിലെത്താനാവാതെ നൂറുകണക്കിന് മലയാളികളാണ് ബംഗളൂരുവിൽ കുടുങ്ങിയത്. ഏതാണ്ട് എല്ലാവരും തിരിച്ചെത്തി കഴിഞ്ഞു. 32 കെഎസ്ആർടിസി ബസ്സുകൾ ഇതിനായി ഒരുക്കിയിരുന്നു. അവിടുത്തെ ഗവൺമെൻറ് മുൻകൈയെടുത്ത് നടത്തുന്ന ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ജനങ്ങളാകെ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നാണ് ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുന്ന മുറക്ക് കേരളത്തിലെ യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം 1-2 ദിവസം തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് തിരിച്ചെത്തിയവർ. കെഎസ്ആർടിസി ബസ് ഉണ്ടായിരുന്നുകൊണ്ട് എത്തിപ്പെട്ടാൻ സാധിച്ചു. അവിടുന്ന് വണ്ടികളൊന്നും പെടുന്നില്ലായിരുന്നു. പിന്നെ കേരള സർക്കാരിൻ്റെ ഒരു നല്ലൊരു ഇടപെടലും പിന്നെ കേരള പോലീസിൻ്റെ ഒരു ഇടപെടലും കൊണ്ട് സേഫായിട്ട് ഇവിടം വരെ എത്തിപ്പെടാൻ സാധിച്ചത്. അവിടുത്തെ സ്ഥിതിഗതികൾ ഭയങ്കര മോശകരമാണ്. യാത്രക്കാരുമായി മടങ്ങിയ കേരള RTC ബസ്സിന് നേരെ മാണ്ഡ്യയ്ക്ക് സമീപം കല്ലേറുണ്ടായെങ്കിലും ആർക്കും പരിക്കുകളോ മറ്റു അക്രമ സംഭവങ്ങളോ ഇല്ല. എങ്കിലും തിരിച്ചുള്ള ബസ് സർവീസുകൾ ഇന്നുണ്ടാവില്ല. അക്രമ സാധ്യത നിലനിൽക്കുകയാണെന്ന് തിരിച്ചെത്തിയ ബസ്സിലെ കണ്ടക്ടർ പറഞ്ഞു. വണ്ടികൾ മുഴുവൻ കത്തിക്കുകയും വളരെ രൂക്ഷമായ ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങൾ വിചാരിച്ച ഈ ആഴ്ച അവിടെ ബാംഗ്ലൂർ തന്നെ കിടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നതാണ്. പെട്ടെന്ന് സർക്കാർ തലത്തിലൊക്കെ വളരെ കാര്യമായിട്ടുള്ള ഇടപെടലൊക്കെ ഉണ്ടായതിൻ്റെ പേരിലാണ് ഇപ്പോൾ പോരാൻ പറ്റിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.